ഷെർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. 10ാം ക്ലാസ്സിലെ സെക്കൻഡ് യൂണിറ്റാണ് ഉമീദ് കി ദുനിയ, പ്രതീക്ഷയുടെ ലോകം. അതിലെ ഫസ്റ്റ് ഒരു പോയമാണ് മേരി ദുനിയ കെ തമാം ബച്ചെ, എൻ്റെ ലോകത്തെ മുഴുവൻ കുട്ടികളും. ദുനിയ ലോകം, തമാം മൊത്തം അല്ലെ മുഴുവൻ, എൻ്റെ ലോകത്തെ മുഴുവൻ കുട്ടികളും. എഴുതിയത് അദ്നാൻ കഫീൽ ദർവേശ്. അദ്നാൻ കഫീൽ ദർവേശിനെ നോക്കി ഉത്തർപ്രദേശിലാണ് അദ്ദേഹം ജനിച്ചത്. പ്രമുഖ പത്രമാസികകളിലും വെബ് ബ്ലോഗുകളിലും അദ്ദേഹത്തിൻ്റെ കവിതകൾ പ്രസിദ്ധീകരിക്കുകയും പ്രശംസിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ടിറ്റൂർത്തെ, ലൈംബ് പോസ്റ്റ്, പിന്നെ നീലി ബയാസ് മുതലായവ കവിതാ സമാഹാരങ്ങൾ ആണ്. അദ്ദേഹത്തിന് ഭാരത് ഭൂഷൺ അഗ്രവാൾ പുരസ്കാരം, രവിശങ്കർ ഉപാധ്യായ സ്മൃതി കവിതാ പുരസ്കാരം, വേണുഗോപാൽ സ്മൃതി കവിതാ പുരസ്കാരം എന്നിവ അവാർഡായി ലഭിക്കുകയും ചെയ്തു. ഇതാണ് അദ്ദേഹത്തെക്കുറിച്ച്. നമുക്ക് ഫസ്റ്റ് സ്റ്റാൻസ് നോക്കിയേ. വോ ജമാ ഹോങ്കെ ഏക് ദിൻ അവർ ഖേലെങ്കെ ഏക് സാത്ത് മിൽക്കർ. വോ എന്ന് വെച്ചാൽ അവർ, അതായത് കുഞ്ഞുങ്ങൾ, കുട്ടികൾ. ജമാഹോന ഒന്നിക്കുക, ഏക് ദിൻ ഒരു ദിവസം, കേൽന കളിക്കുക. വോ ജമാ ഹോങ്കെ ഏക് ദിൻ അവർ ഒരു ദിവസം ഒത്തുകൂടും. അവർ ഖേലെങ്കെ ഏക് സാത്ത് മിൽക്കർ ഒരുമിച്ച് കളിക്കും. വോ സാഫ് സുതരി ദിവാരോം പർ പെൻസിൽ കി നോക്ക് രഗഡേങ്കെ. സാഫ് സുതരി വൃത്തിയുള്ള, ദീവാർ ഭിത്തി ചുമര്, നോക്ക് അഗ്രം, രഗോഡിന ഉരസുക. ഓ അവർ വൃത്തിയുള്ള ചുമരുകളിൽ പെൻസിലിൻ്റെ അഗ്രം കൊണ്ട് ഉരയ്ക്കും, അതായത് വരയ്ക്കും. വൃത്തിയുള്ള ഭിത്തികളിൽ അവരെന്ത് ചെയ്യും? പെൻസിൽ കൊണ്ട് വരയ്ക്കും. ഓ കുത്തോംസെ ബദിയായെങ്കിൽ അവർ നായ്ക്കളോടെ ബദിയായെങ്കിൽ സംസാരിക്കും. അവർ ബക്കരിയോംസെ ആടുകളോടെ. അവർ ഹരേ ടിറ്റോംസെ പച്ച ഈ വെട്ടിലുകളാണ് ഹരേ ടിറ്റോം അല്ലെങ്കിൽ പച്ചത്തുള്ളൻ എന്ന് പറയും. ഹരേ ടിറ്റോംസെ ആർ ചീണ്ടി ഉറുമ്പ് ഇവയോടും സംസാരിക്കുകയും ചെയ്യും. ആരോടൊക്കെയാ? നായ്ക്കളോടെ, ബക്കരികളോടെ, ആടുകളോടെ, പച്ച വെട്ടിലുകളോടെ, ചീണ്ടി ഉറുമ്പുകളോടും അവർ സംസാരിക്കും സന്തോഷത്തോടെ. അതാണ് കുഞ്ഞുങ്ങൾ. നോക്കി, ഒന്നാമത്തെ കുഞ്ഞുങ്ങളുടെ ആ സന്തോഷമാണ് കാണിച്ചത്. രണ്ടാമത്തെ നോക്കിയേ. വോ दौड़ेंगे बेतहाश हवा और धूप की मुसलसल निगरानी में, और धरती धीरे धीरे और फैलाती चली जाएंगी उनके पैरों के पास से. दौड़ना ഓടുക, ബദ്ഹാസ് ഓടി തിമിർക്കുക, ഹവ കാറ്റ്, ധൂപ് വെയിൽ, മുസൽസൽ നിരന്തരം, നിഗർന നിരീക്ഷിക്കുക, ധർത്തി ഭൂമി, ധീരെ പതിയെ, ഫൈൽന പരക്കുക അല്ലെ വ്യാപിക്കുക, പൈർ കാല്, के पास അടുത്ത് എന്നൊക്കെ. വോ അവർ ദൗഡങ്കെ ബദ്ഹാശെ അവർ ഓടി തിമിർത്ത് കളിക്കും. ഹവ ആർ ധൂപ് കി മുസൽസൽ നിഗറാനിമേ കാറ്റിൻ്റെയും പിന്നാരുടെ വെയിലിൻ്റെയും, മുസൽസൽ നിരന്തരമായ, നിഗറാനി നിരീക്ഷണത്തിൽ, കാറ്റിൻ്റെയും വെയിലിൻ്റെയും നിരന്തരമായ നിരീക്ഷണത്തിൽ ഭൂമി എന്ത് ചെയ്യുന്നു? പതിയെ കുട്ടികളുടെ കാൽപാദം വരെ ഫൈന വികസിച്ച് കൊടുക്കും. ഭൂമി എന്ത് ചെയ്യുന്നു? കുഞ്ഞുങ്ങളുടെ കാൽപാദം വരെ വികസിച്ച് കൊടുക്കുന്നു നമ്മുടെ ഭൂമി. സന്തോഷമാണ് ഭൂമിക്കും കുഞ്ഞുങ്ങൾ കളിക്കുമ്പോൾ. അതാണ് അവിടെ കാണിച്ചത്. അടുത്ത് നോക്കിയേ. ദേഖിന വോ തുമാരി ടാങ്കോ മേ ബാലു ഫർ ദേങ്കെ ഏക് ദിൻ. ദേഖിന നിങ്ങൾ കാണുക, ദേഖിന കാണുക, നിങ്ങൾ കാണുക. വോ അവർ, തുമാരി ടാങ്ക് എന്ന് വെച്ചാൽ യുദ്ധ ടാങ്കറുകൾ. തുമാരി നിങ്ങളുടെ യുദ്ധ ടാങ്കറുകൾ, ബാലു മണൽ നിറയ്ക്കും. ഏക് ദിൻ ഒരു ദിവസം. കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ യുദ്ധ ടാങ്കറുകളിൽ മണൽ നിറയ്ക്കും ഒരു ദിവസം. അവർ തുമാരി ബന്ധുക്ക് എന്ന് വെച്ചാൽ തോക്ക്, മിട്ടി മണ്ണ്, ഗഹ്റ ദബാ ദേങ്കെ ആഴത്തിൽ കുഴിച്ചിടും എന്നൊക്കെ. നിങ്ങളുടെ ബന്ധുക്ക് തോക്കുകൾ അവരെന്ത് ചെയ്യും? മണ്ണിൽ ആഴത്തിൽ കുഴിച്ചിടും. ദബാഹോന കുഴിച്ചിടുക, ദബിന അമരുക എന്നൊക്കെ ഉണ്ട്. ഗഹ്റ ദബാ ദേങ്കെ ആഴത്തിൽ കുഴിച്ചിടും. വോ സടക്കവും പർ ഗഡ്ഡെ ഖോതെങ്കെ സടക്ക് റോഡ്, ഗഡ്ഡ കുഴി, ഖോദിന കുഴിക്കുക. വോ സടക്കോമ്പർ അവർ റോഡുകളിൽ എന്ത് ചെയ്യുന്നു? കുഴിച്ച് അതിൽ പാനി ഫർ ദേങ്കെ അതിൽ വെള്ളം നിറച്ച്. ആർ പാനിയോമേ ചപ്പാ ചപ്പ് ലോട്ടെങ്കെ ആ വെള്ളത്തിൽ കൈയടിച്ച് അല്ലെ കൈയിട്ടടിച്ച് ഉരുളുകയും ചെയ്യും. പാനിയോമ്പർ ചപ്പാ ചപ്പെന്ന് വെച്ചാൽ കൈയിട്ടടിക്കുക, ലോട്ടിന ഉരുളുക. അപ്പം കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നു? റോഡുകളിൽ കുഴിച്ച് അതിൽ വെള്ളം നിറച്ച് ആ ജലത്തിൽ കൈയിട്ടടിച്ച് ഉരുളുകയും ചെയ്യുന്നു. അതാണ് കുഞ്ഞുങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ നോക്കണം, നിങ്ങളുടെ യുദ്ധ ടാങ്കറുകൾ അവരെന്ത് ചെയ്യുന്നു? മണ്ണ് നിറയ്ക്കുന്നു. നിങ്ങളുടെ തോക്കുകൾ അവരെന്ത് ചെയ്യുന്നു? മിട്ടിയിലെ മണ്ണിൽ ആഴത്തിൽ കുഴിച്ചിടും. റോഡുകളിലെ കുഴികൾ കുഴിച്ച് ജലം നിറയ്ക്കുന്നു. ആ വെള്ളത്തിൽ അവരെന്ത് ചെയ്യുന്നു? കൈയിട്ടടിച്ച് ഉരുളുകയും ചെയ്ത് സന്തോഷിക്കും. നോക്കിയേ. വോ
प्यार करेंगे एक दिन उन सब से जिनसे तुमने उन्हें नफरत करना सिखाई है. നഫ്രത്ത് എന്ന് വെച്ചാൽ വിരോധം, പ്യാർ സ്നേഹം. ഓ പ്യാർ കരേങ്കെ, അവർ എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. ഒരു ദിവസം എല്ലാത്തിനെയും, അതായത് എല്ലാവരെയും അവർ സ്നേഹിക്കും. കുട്ടികളുടെ മനസ്സിൽ എന്തിനോടൊക്കെയാണോ ഏതുള്ളത്, നഫറത്തെ വിരോധം ഉണ്ടാക്കിയാൽ നിറച്ചു വെച്ചിട്ടുള്ളത്, അവർ അതിനെയൊക്കെ സ്നേഹിക്കാൻ തുടങ്ങുകയും ചെയ്യും. കുഞ്ഞുങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയാണോ വിരോധം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്, അവർ അതിനെയൊക്കെ സ്നേഹിക്കാനും തുടങ്ങും. അടുത്ത നോക്കിയേ, ഓ തുമാരി ദീവാരോ മേ छेद कर देंगे एक दिन और आर पार देखने की कोशिश करेंगे. वो सहसा चीखेंगे और कहेंगे, देखो उसे पार भी मौसम तो हमारा यहाँ जैसा ही है. തുമാരി ദീവാർ ഭിത്തി ഛേദ് കർന്ന് വെച്ചാൽ സുശ്ര ഉണ്ടാക്കുക. ആർ പാർ 4 പാടും. കോശിഷ് കർണ പരിശ്രമിക്കുക. സഹസ പെട്ടെന്ന് ചീക്കിന ആക്രോശിക്കുക. മൗസം കാലാവസ്ഥ. ഓക്കെ. ഓ തുമാരി ദീവാരോമേ, അവർ നിങ്ങൾ നിർമ്മിച്ച ദീവാർ ഭിത്തിയിൽ അല്ലെ മതിലുകളിൽ എന്നിട്ട് ഛേദ് കർദേങ്കെ സുഷിരങ്ങൾ ഇടും ഒരു ദിവസം. എന്നിട്ട് ആർ പാർ ദേക്കിനേക്ക് അതിലൂടെ 4 ഭാഗത്തേക്ക് നോക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഓ സഹസ, അവർ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? ആക്രോശിക്കും, ഉറക്കെ ആക്രോശിക്കും. അവർ പറയുന്നു, ആർ കഹെങ്കെ പറയുന്നു, ദേഖോ നോക്കൂ എന്ന് വെച്ചാൽ നോക്കിയേ, ഉസേ പാർ ഭി മൗസം ദോ ഹമാര യഹാം ജൈസാ ഹേ. നോക്കൂ, അവിടെയും ഇതേ മൗസം കാലാവസ്ഥ തന്നെ ആണ്. കുട്ടികൾ ആ ദീവാറിൽ എന്തിട്ട് സുഷിരങ്ങളുണ്ടാക്കി അതിലൂടെ 4 പാടും എന്ത് ചെയ്യുന്നു? ചുറ്റുപാടും നോക്കാൻ ശ്രമിക്കും. എന്നിട്ട് പെട്ടെന്ന് അവർ ആക്രോശിക്കും, നോക്കാൻ ഇവിടെയും അല്ലെങ്കിൽ അവിടെയും ഇതേ കാലാവസ്ഥ തന്നെ ആണ്. അതായത് ജാതി, മതം, ഭാഷ എന്നിവയുടെ പേരിൽ ജനങ്ങളെ വേർതിരിച്ച് കാണുന്നതിൻ്റെ നേർക്ക് കുട്ടികൾ ആക്രോശിക്കുകയും ചെയ്യണം. അതിൻ്റെ ആവശ്യകത ഇവിടെയില്ല, എല്ലാവരും ഒന്നാണെന്നാണ് അവർ പറയുന്നത്. അതാണ് ശരി. ഓക്കെ. वो हवा और धूप को अपना गालों के गिर्द महसूस करना चाहेंगे और तुम उस दिन उन्हें नहीं रोक पाओगे. वो हवा എന്ന് വെച്ചാൽ കാറ്റ്, ധൂപ് വെയിൽ, ഗാൽ എന്ന് വെച്ചാൽ കവിൾത്തടം, മഹസൂസെ തോന്നൽ, ആറിസെ ദിൻ ഉന്നെ റോക്കിന തടയുക. ഓക്കെ. വോ ഹവ അവർ ധൂപ് കോ, അവർ എന്ത് ചെയ്യുന്നു? കാറ്റിനെയും വെയിലിനെയും അവരുടെ കവിൾത്തടങ്ങളുടെ വളരെ പാസ്സായിട്ട് അടുത്ത് നിന്ന് മഹസൂസ് കർണ ചാഹേഗെ അനുഭവിക്കാൻ ആഗ്രഹിക്കും. അതായത് അവർ കാറ്റിനെയും വെയിലിനെയും വളരെ അടുത്ത് നിന്ന് അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നു. ഉസ് ദിൻ, ആ ദിവസം തും ഉസ് ദിൻ ഉന്നെ നഹി രോക്കാ പാവുകെ, ആ ദിവസം അവരെ ആർക്കും തടയുവാനും കഴിയില്ല. അവർക്ക് ആ ദിനത്തിൽ അവരെ തടയുവാൻ ആരെയും കൊണ്ടും സാധിക്കില്ല എന്ന് കവി പറയുന്നു. ഏക് ദിൻ തുമാരെ മഹഫൂസ് കരോം സെ ബച്ചെ ബാഹർ നികൽ ആയെങ്കിൽ. മഹഫൂസ് എന്ന് വെച്ചാൽ നിങ്ങൾ സുരക്ഷിതമായി, മഹസൂസെ സുരക്ഷിതമായി, ഗർഭീട്, ബാഹർ നികലിന പുറത്തേക്ക് വരിക. ആർ പേടോം പേട് വൃക്ഷം, കോസല കൂടെ, കോസലെ ബനായെങ്കിൽ. ആർ ഗിൽഹരിയാം അണ്ണാൻ, കാഫി പസന്ത് ഹേ, പസന്ത് ഇഷ്ടം. ഓൻ കെ സാത്ത് ഹി ബെഡാ ഹോന ചാഹെങ്കെ, ഏക് ദിൻ ഒരു ദിവസം. കുട്ടികൾ എന്ത് ചെയ്യുന്നു നോക്കിയേ, അവർ മഹഫൂസ് ഗറോം സേ ബച്ചെ, നിങ്ങൾ നിർമ്മിച്ച സുരക്ഷിതമായവരുടെ വീടുകളിൽ നിന്നും ബാഹറിലേക്ക് പുറത്തേക്ക് വരും. അതായത് ഒരു ദിവസം കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നു? സുരക്ഷിതമായ വീടുകളിൽ നിന്നും ബാഹറിലേക്ക് പുറത്തേക്ക് വരികയും പേടോം പേപ് കോസലെ ബനായെങ്കെ, വൃക്ഷങ്ങൾ അല്ലെ മരങ്ങളിൽ അവരെന്ത് ചെയ്യുന്നു? പക്ഷിക്കൂടുകൾ ഉണ്ടാക്കാൻ തുടങ്ങും. കോസല പക്ഷിക്കൂട് നിർമ്മിക്കും അല്ലെ ഉണ്ടാക്കും. ഉന്നെ ഗിൽഹാരി കാഫെ, അവർക്ക് ആരെയാണ്? അണ്ണാനെ വളരെ പസന്താണ്, ഇഷ്ടമാണ്. ഉൻഹെ ഗിൽഹരിയോ പസന്ത് ഹെ, ഉൻകെ സാത്ത് എന്ന് വെച്ചാൽ കൂടെ, അവരുടെ കൂടെ വളരാനാണ് അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. ഒരു ദിവസം കുട്ടികൾ സുരക്ഷിതമായി വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരികയും മരങ്ങളിൽ എന്തുണ്ടാക്കുന്നു? കോസല, അതായത് കൂടുകൾ, പക്ഷിക്കൂടുകൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നു. അങ്ങനെ അവർക്ക് ഏറ്റവും ഇഷ്ടം അണ്ണാനെയാണ്. അവരുടെ കൂടെ എന്ത് ചെയ്യാൻ? വളരാനും കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. കുഞ്ഞുങ്ങൾക്കതാണ് ഇഷ്ടം. അടുത്ത് നോക്കിയേ, തും ദേഖോഗെ अरे जब वो हर चीज़ से उलट पुलट देंगे उसे और सुंदर बनाने के लिए. തും ദേഖെങ്കെ, നിങ്ങൾ കാണുക. ജബ് വോ ഹർ ചീസ് എന്ന് വെച്ചാൽ ഓരോ ചീസ് വസ്തുക്കളും, ഉലട്ട് പുലട്ട് എന്ന് വെച്ചാൽ അതിലേക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാനും സുന്ദരമാക്കാനും കഴിയുന്നു. അതായത് നിങ്ങൾ കാണുക, തോവോ അവർക്ക് ഓരോ വസ്തുക്കളിലും ചീസുകളിലും ഉലട്ട് പുലട്ട് മാറ്റങ്ങൾ കൊണ്ടുവന്ന് അതിനെ സുന്ദരമാക്കാൻ കുഞ്ഞുങ്ങളെ കൊണ്ട് സാധിക്കും എന്ന് കവി ചൂണ്ടിക്കാണിച്ചു.
അടുത്ത് നോക്കി, ഏക് ദിൻ മേരി ദുനിയാക്കെ തമാം ബച്ചെ, ഒരു ദിവസം എൻ്റെ ലോകത്തിലെ മുഴുവൻ കുട്ടികളും, എല്ലാ കുട്ടികളും, ചീണ്ടിയോം കീടോം നദിയോം പഹാഡോം സമുദ്രവും ഓർ തമാം വനസ്പതിയോം കെ സാത്ത്, ആരുടെയൊക്കെ കൂടെ? ചീണ്ടിയോം ഉറുമ്പുകളുടെയും, കീടങ്ങൾ പ്രാണികൾ, നദികൾ, പഹാഡ് പർവ്വതങ്ങൾ, സാഗരങ്ങൾ, അങ്ങനെ എല്ലാ തമാന്ന് വെച്ചാൽ എല്ലാ വനസ്പതികൾ, മരങ്ങളും ചെടികളും ഉള്ള ചേർന്ന് നോക്കിയേ, മിൽക്കർ ചേർന്ന് ദാവ ബോലെങ്കി, ദാവ് എന്ന് വെച്ചാൽ ആക്രമിക്കുക എന്ന വാക്കാണ്. ഇതെല്ലാം ചേർന്ന് മുതിർന്നവർക്ക് നേരെ ആക്രമണം തുടങ്ങും, അല്ലേ ഉണ്ടാകും. അപ്പം ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ച്, കുഞ്ഞുങ്ങൾ ഇതെല്ലാം ഒന്നിച്ച് ഒരു ദിനത്തിൽ എന്ത് ചെയ്യും? മുതിർന്നവർക്ക് നേരെ ആക്രമണം തുടങ്ങും. ആർ തുമാരി ബനായി ഹർ ചീസോ, നിങ്ങൾ നിർമ്മിച്ച ഓരോ വസ്തുക്കളും, അല്ലേ, വസ്തുക്കളും അവരെന്ത് ചെയ്യുന്നു? കോ കിലൗന ബനാ ദേങ്കെ, തുമാരി ബനായി ഹർ ചീസോം കോ കിലൗന ബനാ ദേങ്കെ. കിലൗന കളിപ്പാട്ടം, നിങ്ങൾ ഉണ്ടാക്കിയ എല്ലാ വസ്തുക്കളും അവർക്ക് കളിപ്പാട്ടമായി മാറും. ഈ ലോകത്തിൽ നിങ്ങൾ എന്തൊക്കെ നിർമ്മിച്ചോ അതെല്ലാം അവർക്ക് എന്തായി മാറും? കളിപ്പാട്ടമായി മാറും. എല്ലാം മറന്ന സന്തോഷത്തോടെ ജീവിക്കാനാണ് കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. ധൈര്യവും ശത്രുത അതൊന്നും വേണ്ട, എല്ലാവരും ഒന്നായി കാണുകയും സുന്ദരമായ ലോകം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക. അങ്ങനെ പാഠം നമ്മുടെ അവസാനിച്ചു. ഇതിൻ്റെ ആശയം അല്ലെങ്കിൽ ആസ്വാദന ടിപ്പണി അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണും.